ആ ഇസ്രായേൽ ദ്രോഹികളെ പാഠം പഠിപ്പിക്കണം സത്താവ്. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പടച്ചാവിനെ. അവിടെയുള്ള ജനങ്ങളും ഒരു ചരടിൽ കോർത്ത പൗരങ്ങളെ പോലെ ഒരേ ആശയത്തോടുകൂടെ ഒരേ ആദർശത്തോടുകൂടെ ജീവിക്കാൻ മുന്നോട്ട് വരണം. ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളും ഒറ്റക്കെട്ടാണ്. നമ്മുടെ എല്ലാവരും ഐക്യത്തോടുകൂടി കഴിയണം. ഒരു കുടുംബത്തിലുള്ള അംഗങ്ങളാണ് എന്നുള്ള ജീവിതം. പക്ഷേ മറ്റു മറുനാടുകളിൽ അതില്ല. എത്രയോ ആയിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ അരിഞ്ഞരിഞ്ഞ് കൊന്നു, എത്രയോ സ്ത്രീകളെ കൊന്നൊടുക്കി. അതെല്ലാം നമ്മൾ സഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ ആ ക്രൂരമായ പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേലിനെ എന്നേക്കുമായി പിന്തിരിപ്പിക്കുകയും അവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള ജനങ്ങളും ഒരു ചരടിൽ കോർത്ത ഓടങ്ങളെ പോലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുകയും ചെയ്യാൻ അനുഗ്രഹിക്കണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെ ഒറ്റക്കെട്ടാണ്. അതുപോലെ വിദേശത്തും അവിടെ മറ്റുള്ളവരെ മുസ്ലിമീകളെയും ക്രിസ്ത്യാനികളെയും മറ്റുമൊക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ. അവരെ അതിൽ നിന്ന് പിന്തിരിയാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അവരെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു കാലത്തും ഈ ഇസ്രായേൽ മുന്നോട്ട് വന്ന ഈ സാധുക്കളായ ജനങ്ങളെ നശിപ്പിക്കത്തക്ക ഒരവസ്ഥാവിശേഷം റബ്ബേ നീ ഉണ്ടാക്കി തീർക്കരുതേ എന്ന് ഞങ്ങൾ ഹൃദയം വേദനിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. നിരപരാധിയായ കുട്ടികൾ, സ്ത്രീകൾ അവരെയൊക്കെ കൊണ്ടൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു അതിൽ നിന്ന് പിന്തിരിയട്ടെ, ആ സമരത്തിൽ നിന്ന് പിന്തിരിയട്ടെ. ഐക്യത്തോടുകൂടി യോജിപ്പോടുകൂടി ഒരുമിച്ച് കഴിയുവാൻ സർവശക്തൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമരം വിജയിപ്പിക്കട്ടെ. ഇത് നമ്മൾ മറ്റുള്ളവരുടെ ശത്രുക്കളുടെ ദ്രോഹത്തിൽ നിന്ന് മാറി ഒറ്റക്കെട്ടായ ഒരു ചരടിൽ കോർത്ത പവിഴങ്ങളെ പോലെ എന്നും പ്രശോഭിക്കാൻ നമുക്ക് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.